കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ജീവിതാനുഭവങ്ങൾ പങ്കിടുവാൻ ദൈവം തരുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു സുവിശേഷ യാത്രയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും. 1994-95 ആ കാലഘട്ടത്തിൽ ഞാൻ പ്രവർത്തിച്ച വയനാട്ടിലെ തൃശ്ശിലേരി എന്ന പേരുള്ള സ്ഥലത്ത് അവിടെ പോകുവാനും പഴയ ആളുകളെയൊക്കെ കാണുവാനും പരിചയം പുതുക്കുവാനും ഒക്കെ കർത്താവ് കൃപ തന്നു. ഇത്രയും ദൂരം താണ്ടി വന്നത്, അവരെ കാണാൻ ചെന്നത് അവർക്ക് വളരെ താല്പര്യമായിരുന്നു. ഒരുമിച്ചിരുന്ന പലരുമായിട്ടും ആഹാരം കഴിക്കുവാനും പ്രാർത്ഥന നടത്തുവാനൊക്കെ കർത്താവ് സഹായിച്ചു. എൻ്റെ യാത്രയിൽ അനേകരോട് സുവിശേഷം പറയുവാൻ, ട്രാക്റ്റുകൾ കൊടുക്കുവാൻ കർത്താവ് വഴിയൊരുക്കി. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. എന്നിൽ കൂടെ ആരൊക്കെ വചനം കേൾക്കുന്നു അവരെല്ലാവരും യേശു ക്രിസ്തുവിനെ അറിയുവാൻ തക്കോണം, ദൈവരാജ്യത്തിലെത്തുവാൻ തക്കോണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ പ്രവൃത്തി അവരിലെല്ലാവരും നടക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ചില സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾക്ക് ചില വ്യക്തികളുടെ രൂപമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വപ്നമോ ഒക്കെ തരുമെന്ന് എൻ്റെ ജീവിതാനുഭവത്തിൽ കൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലൊരനുഭവം നിങ്ങളുമായി പങ്കിടുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്ക് ഈ അനുഭവം ഉണ്ടായത്. ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കാണുന്നത്, ഞാൻ രണ്ടാമത് പഠിച്ച ബൈബിൾ കോളേജിലെ ഒരു സീനിയർ ആയിരിക്കുന്ന ഒരു ദൈവദാസനെയാണ് എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കാണുന്നത്. അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു നേഴ്സ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈത്തണ്ട പിടിച്ചിട്ട് കയ്യിലോട്ട് ഒരു ഇഞ്ചക്ഷൻ ചെയ്യുന്നതായിട്ടാണ് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കാണുന്നത്. ഈ ഇഞ്ചക്ഷൻ ചെയ്ത ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ബോഡി അവിടെ വീണു, മരിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ബോഡി അവിടെ വീണു. ആ നേഴ്സ് ആ ബോഡി എടുത്ത് ഒരു പെട്ടിക്കകത്ത് വെച്ചിട്ട് ഒരു വലിയ ഫ്രീസറിനകത്ത് കയറ്റി വെക്കുക. എന്നിട്ട് പറയുകയാണ്, 3 മാസം ഇവരിവിടെ കിടക്കട്ടെ എന്ന് പറയുക. ഞാൻ ഈ സ്വപ്നം കണ്ട് ഞാൻ ചാടി എഴുന്നേറ്റു. അല്പസമയം ദൈവത്തോട് പ്രാർത്ഥിച്ചു. കാരണം സ്വപ്നത്തിൽ കൂടി ദൈവം സംസാരിക്കുന്നു എന്നുള്ളതിന് എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ മനസ്സിലാകുന്നില്ലല്ലോ, എന്താ വിഷയം? എൻ്റെ സ്നേഹിതനായിരിക്കുന്ന ദൈവദാസൻ്റെ അടുക്കിലേക്ക് നേഴ്സ് വന്ന് ഇഞ്ചക്ഷൻ ചെയ്യുന്നു, ബോഡി അവിടെ വീഴുന്നു, ബോഡി എടുത്ത് ഫ്രീസറിൽ വെക്കുന്നു, 3 മാസം അവിടെ കിടക്കട്ടെ എന്ന് പറയുക. എന്തുകൊണ്ടോ ആ ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ എനിക്കൊരു താല്പര്യം എൻ്റെ മനസ്സിലുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഏതവസ്ഥയാണെങ്കിലും, സാമ്പത്തികമായിട്ട്, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, ശുശ്രൂഷാതരത്തിലുള്ള പ്രശ്നങ്ങളാകട്ടെ, ഏതാണെങ്കിലും കർത്താവെ അങ്ങ് വിടിവിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അനേക ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചതായിട്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഏകദേശം 3-4 മാസം ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനെ ഞാൻ കാണുക. ഞാൻ ആ ദേവദാസനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനോട് ഞാൻ ചോദിച്ചു, എവിടെയായിപ്പം ആ ദേവദാസനും ഇപ്പോൾ എവിടെയാ, ബന്ധപ്പെടുവാൻ എന്തെങ്കിലും നമ്പർ വല്ലതും ഉണ്ടോ ചോദിച്ചാൽ പറഞ്ഞു, ആ നമ്പർ ഉണ്ടല്ലോ, തരാമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് നമ്പർ വാങ്ങി. അന്നൊക്കെ ലാൻഡ് ഫോൺ ആണുള്ളത്. ഞാൻ STD ബൂത്തിൽ പോയി ചെന്നിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഈ സ്വപ്നം കണ്ടതും പ്രാർത്ഥിച്ചതും ഒക്കെ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ഫോണിൽ കൂടെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, ഏത് സമയമാണെന്ന് നോക്കി പറയാമോ, അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ ഡയറിക്കകത്ത് ഞാൻ കാണുന്ന സ്വപ്നങ്ങളൊക്കെ എഴുതിയിരുന്ന പതിവുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത്രാം വർഷത്തിൻ്റെ ഇത്രാമത്തെ മാസമാണ് ഈ സ്വപ്നം കണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, സൗപാസ്റ്ററെ വളരെ ഉപകാരമുണ്ട്, കർത്താവിന് മഹത്വം. ആ 3 മാസങ്ങളിൽ ഞാൻ മാനസികമായി ആകെ തകർന്ന് എനിക്ക് ഡിപ്രഷൻ ഉണ്ടായിട്ട് ഞാനൊരു അങ്ങനെയുള്ളൊരു ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ആയിരുന്നു എന്ന് അദ്ദേഹം പറയുക. ഞാൻ ആ സമയത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുവാൻ എന്നെ അത് ഭരമേൽപ്പിക്കുക. ഒരു സ്വപ്നത്തിൽ കൂടെ പ്രാർത്ഥിപ്പാൻ വേണ്ടി ഒരു നിയോഗം, ആ സഹോദരനോട് പ്രാർത്ഥിക്കാൻ ദൈവം ഒരു നിയോഗം തരികയാണ്. കർത്താവിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തി സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ പരാജയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അങ്ങനെയുള്ള പരാജയപ്പെടുന്ന സന്ദർഭങ്ങളിൽ മറ്റുള്ള വ്യക്തികളെ ആത്മാവിനാൽ ഉണർത്തി അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് നിയോഗം തരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആഫ്രിക്കൻ മിഷണറിയായ റെയ്നാർഡ് ബോങ്കയുടെ അഗ്നിയാലുള്ള സുവിശേഷീകരണം എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ലിസാത്തോ എന്ന് പറയുന്ന പട്ടണത്തിൽ ആദ്യകാലം പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന സമയത്ത് അവിടുത്തെ വെള്ളം കുടിച്ച് അദ്ദേഹത്തിന് മാരകമായൊരു പനിയുണ്ടായി. വളരെ മാരകമായിരുന്നു അത്. അങ്ങനെ ഒരു തണുത്ത് വിറച്ച് അദ്ദേഹം കിടക്കുമ്പോൾ ഒരു കമ്പിളി പുതപ്പിനടിയിൽ താൻ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പോൾ ആരോ ഒരാൾ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്വരം ഇദ്ദേഹം കേൾക്കുകയാണ്. ദൈവം ഒരു പ്രത്യേക വെളിപ്പാട് കൊടുക്കുകയായിരുന്നു. അദ്ദേഹം ആ സ്വരം ആരാന്നറിയാൻ വേണ്ടി ശ്രദ്ധയോടെ ഇരുന്നപ്പോൾ തൻ്റെ ചർച്ചിലെ ഒരു സഹോദരിയാണ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കർത്താവ് കൊടുത്ത ഒരു പ്രത്യേക വെളിപ്പാടായിരുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പനി അത്ഭുതകരമായി സൗഖ്യമായി.
അദ്ദേഹം പിന്നീട് ജർമ്മനിയിൽ ചെന്നപ്പോൾ തൻ്റെ സഭയിലെ ആ സഹോദരിയെ പോയി ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു. അവരെ പോയി കണ്ടു. ഈ വിവരം പറഞ്ഞു. തനിക്ക് പനിയായിട്ട് കിടന്ന സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥന സ്വരം ഞാൻ കേട്ടു എന്ന് പറഞ്ഞപ്പോൾ ഈ സഹോദരി പറയാണ്, ആ സമയങ്ങളിൽ റെയ്നാർഡ് ബോങ്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ശക്തമായ ആത്മപ്രേരണ കർത്താവ് എനിക്ക് തന്നിരുന്നു. ഞാൻ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ പ്രാർത്ഥനാലയത്തിൽ പോയി നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് കർത്താവിന്റെ കരുതൽ ബോങ്കയ്ക്ക് മനസ്സിലായത്. കാരണം ആഫ്രിക്കയിൽ ബോങ്കെ പനി പിടിച്ച് മരണാസന്നമായി കിടക്കുമ്പോൾ ജർമ്മനിയിലുള്ള ഒരു സഹോദരിയോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ് ഈ ബോങ്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത്ഭുതകരമായ വിടുതലൂടെ സംഭവിക്കുക. ദൈവജനമേ, കർത്താവിന്റെ വചനം പറഞ്ഞു, നമ്മളെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ദൈവരാജ്യത്തിൽ അംഗമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് മുറിവ് പറ്റിയാൽ നമ്മുടെ മറ്റ് അവയവങ്ങളെല്ലാം ചേർന്ന് അതിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുവാനായിത്തീരും. എന്നതുപോലെ തന്നെ ക്രിസ്തുവിലെ രാജ്യമായിരിക്കുന്ന ദൈവസഭയിലെ ഓരോ അംഗങ്ങൾക്കും ദൈവികമായ പരിപാലനമുണ്ട്. അതിലേതെങ്കിലും ഒരു അംഗത്തിന് ഒരു മുറിവേറ്റാൽ, അല്ലെങ്കിൽ ഒരു മാനസികമായൊരു പ്രശ്നം ഉണ്ടായാൽ, സാമ്പത്തികമായൊരു പ്രശ്നം ഉണ്ടായാൽ, മറ്റൊരു അംഗത്തോട് പരിശുദ്ധാത്മാവ് പറയാണ് അവൻ ആ മുറിവ് സംരക്ഷിക്കുവാൻ, അതിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് ഒരു നിയോഗം കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം, പുരോഹിതന്മാരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ലോകത്തിൽ ഒത്തിരിയേറെ മതങ്ങളുണ്ട്. ആ മതങ്ങൾക്കെല്ലാം തിരഞ്ഞെടുക്കപ്പെടുന്ന ഏതാനും ചില വ്യക്തികളെ പുരോഹിത ശുശ്രൂഷിക്കാനുണ്ട്. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മളിൽ മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന പുരോഹിതന്മാരല്ല ഉള്ളത്. മറിച്ച് തിരുവെഴുത്ത് പറഞ്ഞു, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം എല്ലാവരും കർത്താവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ ഏത് വ്യക്തികളുടെയും പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഉള്ളത്തിൽ നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ രൂപമോ, ഏതെങ്കിലും ഒരു ഭവനമോ, ഏതെങ്കിലും ഒരു രാജ്യമോ, ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെയോ ചിത്രം വരുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചോ, ഏതെങ്കിലും ഒരു സഭയെക്കുറിച്ചോ, കുടുംബത്തെക്കുറിച്ചോ, രാജ്യത്തെക്കുറിച്ചോ നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടാകുന്നുവെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കാരണം പ്രാർത്ഥിക്കാൻ ദൈവം നിങ്ങളെ അപ്പോയിന്റ് ചെയ്യുക. നിങ്ങൾ കർത്താവിൻ്റെ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവരെന്ന് നമ്മൾ ഓരോരുത്തരും. ഞാൻ ആദ്യം എൻ്റെ സ്വപ്നത്തിൽ കണ്ട ആ സഹോദരന് 3 മാസം ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അതിനുശേഷമായിട്ട് ഇപ്പോൾ അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനായിട്ട് കർത്താവിന് വേല ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അദ്ദേഹത്തെ ഇപ്പോഴും വിളിച്ചാൽ അദ്ദേഹം ആദ്യം എന്നോട് ചോദിക്കുന്നത്, എന്താ പാസ്റ്ററെ, വല്ല സ്വപ്നമോ ദർശനമോ വല്ലതും ഉണ്ടോ എന്നാണ്. കാരണം കർത്താവിൻ്റെ ഇടപെടൽ അദ്ദേഹം ആഴത്തിൽ അറിഞ്ഞു. എന്നതുപോലെ ദൈവസഭയിലായിരിക്കുന്ന ഓരോ അംഗങ്ങളും എല്ലാവർക്കും പ്രയോജനകരമായി തീരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുവല്ലോ, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം സഭയിൽ ആരൊക്കെ വരണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നുവോ അവരെല്ലാവരും വരുവാൻ തക്കവണ്ണം നമുക്ക് സുവിശേഷത്തിൻ്റെ സദ്വർത്തമാനമായി എല്ലാവരിലേക്കും ഇറങ്ങിച്ചെന്ന് അത് കൊടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.